മലയാള സിനിമ കണ്ട എക്കാലത്തെ വലിയ ഹൈപ്പിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഒടിയൻ. മലയാള സിനിമ മുമ്പ് പരീക്ഷിച്ചിട്ടില്ലാത്ത ഒടിയൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇറങ്ങിയ ചിത്രം എന്ന നിലയിൽ പ്രഖ്യാപനം മുതൽ തന്നെ വൻ പ്രതീക്ഷ നൽകിയ ചിത്രമായിരുന്നു ഒടിയൻ. ചിത്രത്തിനായി ശരീരഭാരം കുറച്ച് മോഹൻലാൽ നടത്തിയ മേക്ക് ഓവറും അത്ഭുതപ്പെടുത്തുന്നതാണ്. ദേശീയ അവാർഡ് ജേതാവായ ഹരികൃഷ്ണന്റെ കഥ, പുലിമുരുകന് ശേഷം പീറ്റർ ഹെയ്നും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം തുടങ്ങി ഒടിയന് വേണ്ടി കാത്തിരിക്കാൻ കാരണങ്ങൾ ഒരുപാടായിരുന്നു. റിലീസിന് മുമ്പ് ഇറങ്ങിയ ടീസറും വലിയ ഇമ്പാക്റ്റ് ആണ് സിനിമാ പ്രേമികൾക്കിടയിൽ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ അമിത പ്രതീക്ഷ തന്നെയായിരുന്നു ചിത്രത്തിന് അപകടമായത്. ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു. മലയാള സിനിമ മുമ്പൊന്നും കാണാത്ത വിധത്തിലുള്ള പ്രമോഷൻ നടത്തിയിറക്കിയ ഒടിയന് റിലീസിന് ശേഷം നിരവധി ട്രോളുകളും നേരിട്ടു. ആദ്യ സിനിമയിലൂടെ തന്നെ ശ്രദ്ധ നേടാൻ സംവിധായകൻ VA ശ്രീകുമാർ മേനോന് സാധിച്ചു. ഒടിയൻ ഇറങ്ങിയിട്ട് 6 വർഷം പൂർത്തിയാകുകയാണ്. സംവിധായകൻ VA ശ്രീകുമാർ മേനോൻ തന്റെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഒടിയന്റെ 6 വർഷങ്ങൾ റെക്കോർഡുകൾ തകർക്കപ്പെടാതെ ഇപ്പോഴും സൂക്ഷിക്കുന്നു എന്ന ക്യാപ്ഷനോടെ മോഹൻലാലിന്റെ ഒരു കട്ടൗട്ടിന്റെ ചിത്രം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഒടിയൻ ബോക്സ് ഓഫീസിൽ ലോങ് റൺ നടത്തിയില്ലെങ്കിലും റിലീസിംഗ് ടൈമിൽ റെക്കോർഡ് സൃഷ്ടിക്കാൻ ചിത്രത്തിന് സാധിച്ചിരുന്നു. ഇന്നും മലയാളത്തിലെ ഹൈലസ്റ്റ് ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡിൽ ഒന്ന് ഒടിയന്റെ പേരിൽ തന്നെയാണ്. ഒരു ഹർത്താൽ ദിവസം തിയേറ്ററിലെത്തിയ ഒടിയനെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നതും വലിയ വാർത്തയായി മാറിയിരുന്നു. പാൽ, പത്രം, ഒടിയൻ എന്നിവയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കും എന്നായിരുന്നു അന്നിറങ്ങിയ വൈറൽ വാചകം. ശ്രീകുമാർ മേനോന്റെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് ഇതിനടക്കം കമന്റ് ചെയ്തിരിക്കുന്നത്. ഒടിയന്റെ 2ാം ഭാഗം വേണമെന്ന് ചിലർ പറയുമ്പോൾ അടുത്തൊരു സിനിമയുമായി തിരിച്ചു വരാനും ചിലർ പറയുന്നുണ്ട്. ഒടിയന് ശേഷം മിഷൻ കൊങ്കൺ എന്ന പേരിൽ മോഹൻലാലിനെ വെച്ച് മറ്റൊരു സിനിമ അനൗൺസ്മെന്റ് ചെയ്തിരുന്നുവെങ്കിലും ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പിന്നീട് വന്നിട്ടുണ്ടായിരുന്നില്ല.